ആരെങ്കിലും എന്തെങ്കിലും സാധനം അങ്ങോട്ടോ ഇങ്ങോട്ടോ കൊണ്ടുപോയോ അത് ഭയങ്കര ഐശ്വര്യ എന്ന് പറഞ്ഞ് മേടിച്ചങ്ങ് വെക്കും. എന്റെ ഷാജാനേട്ടാ, നിങ്ങൾ ഞങ്ങളുടെ വീട്ടിനകത്തോട്ടൊന്ന് കയറണം. പൂജാമുറി ഏതാ റൂം ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാ. ഇഷ്ടം പോലെ വിഗ്രഹങ്ങൾ അവളകത്ത് മേടിച്ചു വെച്ചേക്കുന്നത്. ഇന്നലെ രാത്രി ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് പോയി. ഞാൻ നോക്കുമ്പോ ഫ്രിഡ്ജിന്റെ സൈഡിൽ ഒരു കൃഷ്ണൻ ഇരിക്കുന്നു. അവളുടെ അടുത്ത് ചോദിച്ചപ്പോ പറയുക അത് വെണ്ണ കാട്ടിന് വന്നയായിരിക്കും. തലയില്ലാത്തത് അവളെ കൊണ്ട് എടുത്തു വെച്ചാന്ന് അവള് പറയത്തില്ല. ആണ്ട വരുന്ന മണി കടിച്ചോണ്ട് തൊഴുതോളൂ. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. കൂടുതൽ വലിച്ചു കയറ്റണ്ട, തീ മൊത്തം മൂക്കി കൊണ്ട് കയറും. ഞാൻ തൊഴാം. അയ്യോ, അങ്ങനെ അനുസരണുള്ളത് നല്ല കാര്യം. എന്റെ പഴനിമല മുരുക, എന്റെ അനിയന് നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഈ നിൽക്കുന്ന മനുഷ്യനെ കൊണ്ട് ഒരു ശൂലവും കുത്തി 1001 പടി 3 തവണ കേറ്റിക്കാവേ. ജോലി കിട്ടണമെങ്കിൽ അവനല്ലേ ഈ നേർച്ചയൊക്കെ ചെയ്യണ്ട, അല്ലാതെ ഞാനാണോ? അവൻ കുഞ്ഞല്ലേ? ഈ പറയുന്ന കുഞ്ഞ് വെയിറ്റ് അളക്കുന്ന മിഷീന്റെ മണ്ട കയറിയിട്ട് അവന്റെ ചൂണ്ടുവരുള്ള തല ഒരു കുത്തുകുത്തിയാ മതി 100 കുലയാവുന്ന അവനാ മുതുകണ്ടയാണോടി കുഞ്ഞ്. അവന് നമ്മൾ മാത്രമല്ലേ ഉള്ളു. ഇടി നിന്റെ ഈ ശൂലം കുത്ത് കാരണം എന്റെ നാക്കിപ്പോ ഒന്ന് കാണും. ഉപ്പേരി പോരുന്ന കണ്ണാപ്പ് പോലെ അറിയാവോ നിനക്ക്? എനിക്ക് സാമ്പാർ കുടിക്കാൻ വരെ പേടിയാ. സാമ്പാർ കുടിക്കാൻ എന്തിന് പേടിക്കണം? ഈ ഓട്ടെല്ലാം കാരണം സാമ്പാറിന്റെ കഷ്ണം മൊത്തം മേളിൽ ചാറ് മൊത്തം അകത്തുവാ കിടക്കുന്നത്. നിനക്കറിയാവോ? ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ ഞാൻ 50 വരെ ഒന്നും കാണത്തില്ല. ഈ ഇടയായിട്ട് നിങ്ങൾക്ക് എന്നോടും എന്റെ വീട്ടുകാരോടും ഒരു സ്നേഹവും ഇല്ല. എന്ത് പറഞ്ഞാലും തർക്കുത്തരം മാത്രമേ പറയത്തുള്ളൂ. നിന്റെ ഈ മണിയടിയും പൂജയൊക്കെ കാരണം ഇതുവഴി വന്ന നാട്ടുകാർ എന്തോന്നറിയാവോ? ഈ വീട്ടിലോട്ട് നോക്കി തൊഴുതട്ടാ പോന്ന അമ്പലമാന്നും പറഞ്ഞ്. അത് പോട്ടേന്ന് വിചാരിക്കാം. കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് പല്ലില്ലാത്ത അപ്പൂപ്പൻ വെളി കാറ്റുകൊള്ളായിരുന്നപ്പോ ഏതോ ഒരു മെനവട്ടം വന്ന് വായിക്കാതെ ചില്ലറ പൈസ ഇട്ടിട്ട് പോയി. മണ്ടാരപ്പെട്ടിയാന്നും പറഞ്ഞ്. അതെന്റെ കാണാതോയ അച്ഛന് വേണ്ടിട്ടല്ലേ ഞാൻ ഈ പൂജയും സാധനങ്ങളൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ കാരണമല്ലേ മനുഷ്യ എന്റെ അച്ഛൻ പോയത്. എന്റെ പൊന്നച്ഛ, നിങ്ങൾ ഇത് കേക്കണം. കല്യാണം കഴിഞ്ഞ അന്ന് എന്നെ ഈ ശ്രീധരത്തിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കി നാണം കെട്ടാട് എന്റെ അച്ഛൻ നാട് വിട്ടു പോയത്, അറിയാവോ? ഈ പറയുമ്പോ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തോ ശ്രീധരത്തിന്റെ പേരിൽ മല മറിച്ച് ചോദിച്ചെന്ന്. ചുമ്മാതാ. ഞങ്ങളുടെ കല്യാണ വണ്ടി എത്തുന്നതിന് മുമ്പ് എവളുടെ അച്ഛൻ ഈ വീടിന്റെ ഫ്രണ്ടിൽ കയറി എത്തി. എന്നിട്ട് എവളുടെ അടുത്ത് പറയുക ആ കഴുത്തേ കിടക്കുന്ന സ്വർണ്ണമല്ല അയച്ചു തരാൻ, അച്ഛന് വേറെ കട ഉണ്ട്, അത് കൊടുക്കാനാന്ന്. എന്നാലും ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛാ ഒരു ദിവസം അവൾ ഇട്ടോട്ടെ എന്നിട്ട് തരാന്ന്. അത് പുള്ളിക്കാരൻ അങ്ങ് ഷെയിമായി. അതുകൊണ്ട് ആ സ്വർണ്ണക്കടക്കാരനെ പറ്റിച്ച് ഈ നാട് വിട്ട് പോയ മനുഷ്യനായ അവളുടെ അച്ഛൻ. എന്തൊക്കെ സംഭവിച്ചാലും ശരി, എന്റെ അച്ഛൻ വരാതെ ഞാൻ നിങ്ങളോടൊരു ജീവിതം തുടങ്ങത്തില്ല, അത്ര തന്നെ. ഞാൻ എന്റെ മുറിയിലോട്ട് പോവുക. നിങ്ങൾക്കറിയാവോ, കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായി ഞങ്ങൾ ഇതുവരെ ഒരുമിച്ചിട്ട് ജീവിച്ചിട്ടില്ല. രണ്ടുപേരും 2 മുറിയില്ല. എന്തോ ചെയ്യാനാന്ന് പറ. അമ്മ വല്ലതും തരണേ, അമ്മ വല്ലതും തരണേ. കേറി പോരെ ആരായാലും. വല്ലതും തരണേ അമ്മ. അമ്മ ഇവിടെ ഇല്ല. അമ്മ മരിച്ചോട്ട് 1 വർഷമായി. അല്ല, ചേട്ടൻ തന്നാലും മതി. പിന്നെ അമ്മ എല്ലാം തരണോന്ന് പറഞ്ഞു. അത് പിന്നെ നമ്മളെ പിച്ചക്കാരുടെ യൂണിയനിലുള്ള ഒരു നിയമമാണ്. ഏത് വീട്ടിൽ പോയാലും അമ്മ വല്ലതും തരണേ അമ്മ എന്ന് പറയണം, മനസ്സിലായോ? എന്റെ ഈ പൈസയൊന്നും ഇല്ല. എന്റെ പൊന്നു സാറേ, അങ്ങനെ പറയല്. 3 ദിവസമായി വായിക്ക് രുചിയുള്ള നല്ല കുഴിമന്തി കഴിച്ചിട്ട്. അല്ല, വായിക്ക് രുചിയുള്ള എന്തെങ്കിലും കഴിച്ചിട്ട്. എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എന്നെ കണ്ടു പരിചയം വഴിയില്ല. കണ്ടിട്ടുണ്ടെന്ന്. എന്നെ കണ്ടു പരിചയം വരെ വഴിയില്ലെന്ന്. ഒരു മിനിറ്റ്, ഇത് താനല്ലേ? ഇത് ഞാനല്ലേ? എന്നാ ഇത് താനല്ല, ഇതെന്റെ ഭാര്യയുടെ അച്ഛൻ, അതായത് എന്റെ അമ്മായി അച്ഛൻ. പുള്ളി പണ്ട് നാടൻ വിട്ടു പോയതായി സ്വർണത്തിന്റെ പേരും പറഞ്ഞ്, അറിയാവോ? എനിക്കറിയത്തില്ല. തന്നെ കാണാൻ അയാളെ കൂട്ടുണ്ട്. ശരിയാണ്, ഞാനും വിചാരിച്ചത് ഞാനാണെന്ന്. എന്റെ ദൈവമേ, അവളാ പ്രാർത്ഥിച്ചതെങ്കിലും എനിക്കാണല്ലോ ഇങ്ങനെ കൊണ്ട് തന്നത്. ഇന്ന് ഞാനൊരു പൊളി വിളിക്കും. അല്ല, തന്റെ പേരെന്തോ? എന്റെ പേര് മണിയൻ. തനിക്ക് അഭിനയിക്കാൻ അറിയാവോ? സാറ് സംവിധായകനാണല്ലേ? ചിലപ്പോ കുടുംബത്തിലൊക്കെ സംവിധാനം ചെയ്യണമല്ലോ. അതെ. ഞാൻ പറയുന്ന ഒരു കഥാപാത്രം തനിക്ക് ചെയ്യാൻ പറ്റുമോ? പിന്നെ ഞാൻ ചെയ്യാം. ശരിയാവോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും ഞാൻ ചെയ്യാം. എന്റെ അമ്മായി അച്ഛനായിട്ടൊന്ന് അഭിനയിക്കണം. ഓക്കേ. ബൈ ദ വേ, കാരവാൻ എവിടെയാണാവോ? കാരവാനാ? എടാ വെണ്ടത്തലയാ, സിനിമയിലല്ല, എന്റെ ജീവിതത്തിൽ നീ എന്റെ അമ്മായി അച്ഛനായിട്ടൊന്ന് അഭിനയിക്കണം. അതിനിപ്പോ എന്താ, അഭിനയിക്കാം. പക്ഷേ റെസൊല്യൂഷൻ എന്തെങ്കിലും കിട്ടുമോ? കാശ് എന്തെങ്കിലും തരുവാന്ന്? കാശൊന്നുമില്ല, പിന്നെ 3-4 മാസം കൂടെ തിന്നും കുടിച്ചൊക്കെ കിടക്കാം.
ഞാൻ പിന്നെ ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ. തന്റെ പേരെന്തുവാ? എന്റെ പേരാ മണിയൻ. മണിയനല്ല, താൻ ഇന്ന് മുതൽ ഓമനക്കുട്ടൻ. ഭാര്യയുടെ പേര് ശാന്തമ്മ, എന്റെ ഭാര്യയുടെ പേര് കനകമ്മ, ഞാൻ രാജമ്മ. അല്ല, രാജേഷ്. ഓക്കെ ഓക്കെ. താനൊരു കാര്യം ചെയ്യ്, അങ്ങോട്ട് മാറി നിൽക്കേ, ഞാൻ അവളെ വിളിക്കാം. മനസ്സിലായല്ലോ? ഇങ്ങോട്ട് ചൊല്ലി ചെല്ലി. എടീ ഇങ്ങോട്ട് വന്നേ. എന്ത് മനുഷ്യ നിങ്ങക്ക്? നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്ത് സർപ്രൈസ്? എടീ, നമ്മൾ ഒരുമിച്ച് ജീവിക്കാതെ കാരണം എന്തുവാ? നിന്റെ അച്ഛനെ കാണുന്നില്ലല്ലേ? ഓ, നമ്മുടെ അച്ഛനെ കാണാതെ പോയി അന്ന് തൊട്ട് ഞാൻ അന്വേഷിക്കാൻ തുടങ്ങിയതാ. ഇന്ന് കിട്ടി നിന്റെ അച്ഛനെ. എന്റെ അച്ഛനെ കിട്ടിയാ? വെളിയിൽ നിൽപ്പുണ്ട്. എന്റെ അച്ഛൻ എവിടെ? എന്റെ അച്ഛൻ എവിടെ? ഇത് ഏത് പൊഹകോഴില് വീണ പേർഷ്യൻ പൂച്ച? എടീ, ഇത് നിന്റെ അച്ഛനെടീ. കൊള്ളാം. മോളെ ഇങ്ങോട്ട് വന്നേ. എടാ പട്ടി, നിന്റെ അടുത്ത് ഞാൻ എന്തോടാ പറഞ്ഞേ? ആക്ഷൻ വേണ്ട, ഒള്ളി ഡയലോഗ് ഡെലിവറി മാത്രം. മനസ്സിലായില്ല? കൈ നിട്ട് കളിച്ചോളാൻ പറഞ്ഞതാ. കൈ നിട്ട് കളിക്കുന്നതൊക്കെ കൊള്ളാം. ഓവർ ആക്ഷൻ എടുത്ത് തന്നെ അവള് അയ്യോന്ന് പറഞ്ഞ തരും. ഞാൻ പറഞ്ഞേക്കാം, സത്യം വല്ല പറഞ്ഞേ. ശരി ശരി. അച്ഛാ, അച്ഛ ഇത്ര കാലം എവിടെ ആയിരുന്നു അച്ഛാ? ഞാൻ എന്റെ ഭാര്യയെ 3 പിള്ളേരെയൊക്കെ കൊണ്ട് റെയിൽവേ പാളത്തിൽ. നീ അവിടെ ഒരു നിമിഷം നെട്ടി അങ്ങ് നിക്ക്, ഞാനിപ്പോ വരാം. ഇവിടെ എന്തുവാടാ ഈ പറയുന്നേ? നീ ആരാ? പിച്ചക്കാരൻ മണിയേ. എന്റെ പൊന്നടാവേ ഓമനക്കുട്ടൻ. ആ, ഞാൻ പറയും പോലെ വാവനെ കിട്ടിയെന്നല്ലേ. മറന്നു അടിഞ്ഞു. അച്ഛാ, അച്ഛനൊരു കാര്യം അറിയാമോ? അച്ഛൻ പോയതിനു ശേഷം ഞാൻ ജലപാനം പോലും കഴിച്ചിട്ടില്ല. അത് കണ്ടാലും പറയും കേട്ടോ. ഞാൻ വിശ്വസിച്ച്. അച്ഛാ, അച്ഛന്റെ കനകം. എന്തുവാണ് ഇത്? മോള് പോലീസിനെ വല്ലതും വിളിച്ചോണ്ട് വരുമോ? പോലീസിനെ വിളിക്കത്തില്ല, എന്തെങ്കിലും കുടിക്കാനോ കഴിക്കാനോ വല്ലതും എടുക്കാൻ പോയതായിരിക്കാം. എനിക്ക് പേടിയാവണം. ഇനി പോലീസിനെ വല്ലതും വിളിച്ചോണ്ട് വന്ന പ്രശ്നാവൂലേ? വിളിക്കത്തില്ലെന്ന് താണ്ട വരുന്ന എന്താണ്ടും കൊണ്ട് ഞങ്ങൾ മറിയിക്കാം. അച്ഛാ, അച്ഛന്റെ കല്യാണത്തിന്റെ അന്ന് തന്നെ എന്തിന്റെ പേരിലാണ് നാട് വിട്ടതൊക്കെ എനിക്കറിയാം. ഈ ശ്രീധരൻ എന്ന സ്വർണത്തിന്റെ പേരിലല്ലേ? അതെ. അച്ഛ ഇതെടുത്തോ. അതെ, ഞാനിത് അച്ഛന് കൊടുക്കാൻ പോവാ. അത് വേണോന്ന് ആലോചിച്ചിട്ട് പോരെ. അത് മതി. മോളത് ഇങ്ങ് എടുക്കും മക്കളെ. എടി, അത് വേണമായിരുന്നു. നിങ്ങൾക്ക് ഞാനാണോ വലുത് അതോ സ്വർണ്ണാണോ വലുത്? മക്കളെ, ഞാൻ ഇത് കൊണ്ട് ആ ജ്വല്ലറിക്കാരന് കൊടുത്തിട്ട് വരാം കേട്ടാ. ഞാനും വരാം അച്ഛൻ്റെ കൂടെ. അയ്യോ, മോൻ വരണ്ട. എന്റെ മക്കൾ ആരും മുന്നിൽ തല ഉരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഈ സ്വർണം കൊണ്ട് ആ ജ്വല്ലറിക്കാരന്റെ മുഖത്തോട്ട് എറിഞ്ഞു കൊടുത്തിട്ട് വരാം മക്കളെ. അത് വേണോ അച്ഛാ? അത് മതി അച്ഛാ, അത് മതി. അത് വേണ്ട അച്ഛാ. ഓ, ഥു, ഇവനെ കയറി അച്ഛാന്നും വിളിച്ച് സ്വർണത്തിന്റെ കാര്യം വന്നപ്പോ നിങ്ങൾ എന്റെ അച്ഛൻ്റെ അടുത്ത് ഇറങ്ങാൻ പറഞ്ഞല്ലേ? അച്ഛനല്ല. ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല. ഞാൻ എന്റെ അച്ഛൻ്റെ കൂടെ പോവാ. അച്ഛാ, ഈ കൂവക്കിഴങ്ങിന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഒന്നും എടുത്തിട്ടില്ല. മക്കൾ എടുത്തില്ലെങ്കിൽ പ്രശ്നമില്ല. എടുക്കേണ്ടതൊക്കെ മക്കൾ എന്നെ കൊണ്ട് തന്നു. അതെ മോനെ, മക്കളെ കഷ്ടപ്പെട്ട് കെട്ടിച്ചയക്കുന്ന ഏതൊരു അച്ഛനും പിച്ചക്കാരനാണ് മോനെ. നിന്നെ നാടകം കളിക്കുന്ന തെരുവ് നാടകം. ഇറങ്ങടാ എന്റെ വീട്ടിൽ നിന്ന്. അതൊന്നും നടക്കത്തില്ല. ഞാൻ എന്റെ അച്ഛനോടെ പോവാ. എടി, എവന്റെ ഈ താടിയാണല്ലേ നീ കാണുന്നത്? എവൻ നിന്റെ അച്ഛൻ അല്ലെന്ന്. എവന്റെ ഈ താടി. അയ്യോ, തലയൂരി വന്നേ. തലയല്ല, താടിയായിരുന്നു. പോലീസിനെ വിളിച്ച് അയാൾ നമ്മളെ ചതിച്ച്. അയാൾ നമ്മളെ ചതിച്ച്. എടി, പോലീസിനെ വിളിക്കണ്ട. ഞാനും അപ്പ അതിന്റെ അകത്ത് ജയിലിൽ കിടക്കും. ഞാനും എന്റെ വീട്ടിലുണ്ട്. നീ എന്നോട് ക്ഷമിച്ചാ മതി. ഞാൻ എത്ര ശൂലം വേണേലും കുത്താം. ഇപ്പൊ ഞാൻ എന്തറിയാ? എന്റെ താടിയില്ലാതെ ഞാൻ എങ്ങനെ തണ്ടു? കണ്ടേ, ഇതും പറ്റോണ്ട് എവിടെങ്കിലും പോയി